ഇവിടെ തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമവും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നത് ഈ ഫലം വന്നതിന് ശേഷമുള്ള അവരുടെ പ്രസ്താവനകളും വാർത്തകളും ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറിയുടെ മാധ്യമങ്ങളുള്ള വിശദീകരണങ്ങളും എല്ലാം ബോധ്യപ്പെടുത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യവും ജനാധിപത്യ കേന്ദ്രീകരണവും ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഘടകങ്ങളിലെ അംഗങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാനുള്ള അവകാശം. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അത് മാനിക്കുക എന്നതാണ് നേതൃത്വത്തിൻ്റെ ചുമതല. പിന്നെ ഉൾപാർട്ടി ജനാധിപത്യം അത് മാനിക്കുന്നില്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ എതിർപ്പ് വന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ എതിർത്തു. അങ്ങനെ എതിർക്കുമ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത സംസ്ഥാന നേതൃത്വത്തിനില്ലേ? അങ്ങനെ എതിർക്കുമ്പോൾ അവരെ മാറ്റണമെങ്കിൽ മാറ്റാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കണ്ടേ? മുൻകാലങ്ങളിൽ മാറ്റിയ അനുഭവമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു തെറ്റായ തീരുമാനം, നിലപാട് കീഴ്ക്കമ്മിറ്റികൾ എടുക്കുന്നുണ്ട് എങ്കിൽ അത് പരിശോധിച്ച് തിരുത്താൻ ബാധ്യതയുള്ളവരാണ് സംസ്ഥാന നേതൃത്വം. ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചോ? ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണല്ലോ പറയുന്നത്. ജില്ലാ കമ്മിറ്റി ഈ ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുമ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ച് തിരുത്തൽ വരുത്തണ്ടേ? ഇപ്പം തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ജില്ലാ കമ്മിറ്റി പറഞ്ഞു എന്ന് സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കൾ തന്നെ ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടില്ലേ? എന്നിട്ട് എന്തേ തിരുത്താൻ തയ്യാറായില്ല? രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്താ പറ്റിയ തെറ്റ്? അത് പറയണ്ടേ? പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി പാർട്ടിക്കകത്ത് സമരം നടക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.